നാട്ടിലെ ചിറ്റപ്പന്റെ ഫോൺ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വളരെ സീരിയസ് ആണെന്ന് അറിയിച്ചു. രണ്ടുപേരോടും കൂടി ഉടനെ പുറപ്പെടാനും പറഞ്ഞു. കമാൻഡിംഗ് ഓഫീസറോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ലീവ് ആപ്ലിക്കേഷൻ സണ്ണി ഏൽപ്പിക്കണം. ജി സാർ. നീ സൂസനെയും കൊണ്ടുവരേണ്ടതായിരുന്നു. ബോധം വരുമ്പോഴൊക്കെ രാജൻ വന്നില്ലേ, ആ കുട്ടി വന്നില്ലേ, ഇതാ ചോദ്യം. ആ, കൊണ്ടുവരാം. രാജ, അമ്മ വിളിക്കുന്നു. സൂസനെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഇനി പറ്റുമോന്ന് തോന്നണില്ല. അലമാരുടെ താക്കോല എന്റെ മുത്തശ്ശിയുടെ കാലം തൊട്ടുള്ള ആഭരണങ്ങളുണ്ട് അതില്. ഇനി അവളാ അതിന്റെ അവകാശി. ആദ്യമൊക്കെ എനിക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ മനസ്സിൽ മുഴുവനും അവളാ. നിനക്കറിയാമോ, എല്ലാ മാസവും ഒരു കത്തെങ്കിലും അവൾ എനിക്ക് എഴുതുമായിരുന്നു. നീ ഒരിക്കലും ആ കുട്ടിയെ വേദനിപ്പിക്കരുത്. ഐശ്വര്യമുള്ളവളാ. അവൾക്ക് നല്ലതേ വരൂ. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൾക്കുണ്ട്. ഹലോ, എന്താ സണ്ണി? ആ, വിളിക്കാം. പൂനൂരിന്ന് ഫോൺ. സണ്ണിയാ. ഹലോ, ഞാൻ സണ്ണിയാ. ഒരു കാര്യം അറിയിക്കാൻ വിളിച്ചതാ. പേടിക്കാനൊന്നുമില്ല. എന്താ കാര്യം? പറയൂ. ഇന്നലെ രാത്രി രാജേട്ടൻ പൊയ്ക്കഴിഞ്ഞ് സൂസന് കുറെ സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ചു. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റമക്ക് വാഷ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കി. ഞാൻ ഉടനെ തിരിക്കണോ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് വളരെ കൂടുതലാ. എന്നാ പിന്നെ ഉടനെ ഇങ്ങോട്ട് വരണ്ട. ഐ ടേക്ക് കെയർ ഓഫ് ഹർ. ഓക്കേ? താങ്ക് യു വെരി മച്ച് സണ്ണി. നീ അവിടെ ഉണ്ടെന്നുള്ളത് അവരുടെ ആശ്വാസം. ഓക്കെ. സണ്ണിയും വിളിച്ചു പറയണം. ശവദാഹം രാത്രി തന്നെ നടത്താം. സൂസന് വരാതെ? സൂസന്നയ്ക്ക് വരാൻ പറ്റില്ല. സുഖമില്ലാതെ കിടപ്പില്ല. നാളെ തന്നെ സൂസന്നയും കൂട്ടി ഞാൻ തിരിച്ചു വരാം. ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. സൂസന്ന എവിടെ? മേംസ ബെഡ്റൂമിലുണ്ട്. സാബെന്ന് പോയതും ബെഡ്റൂമിൽ കയറി വാതിലടിച്ചു. ഡിന്നർ തയ്യാറാക്കി ഞാൻ വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. അപ്പോഴേക്കും ഭാഗ്യത്തിന് സണ്ണി സാബ് വന്നു. പലതവണ മുട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാതായപ്പോ സംശയം തോന്നി വാതിൽ ചവിട്ടി തുറന്നു. അപ്പോഴേക്കും അബോധാവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ സണ്ണി സാബ് ആശുപത്രി കൊണ്ടുപോകൊണ്ട് രക്ഷപ്പെട്ടു. ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. താൻ്റെ സോഡ ആ ഗ്ലാസ് ഇങ്ങെടുക്ക. ജി സാബ്.
സാബ് എന്നോട് ദേഷ്യപ്പെടരുത്. ഇനിയെങ്കിലും മേം സാബിനെ വേദനിപ്പിക്കരുത്. അത്രയ്ക്കും പാവമാണ് സാർ. പൗലോസ് പൊയ്ക്കോളൂ, രാവിലെ വന്നാ മതി. പൊയ്ക്കോളൂ. ജി സാർ. ഒന്നും പറയണ്ട, എല്ലാ തെറ്റും എന്റേതാ. അമ്മ പോയി. അമ്മയുടെ അവസാനത്തെ ആഗ്രഹം സൂസനെ കാണണമെന്നുള്ളതായിരുന്നു. ആ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരാഗ്രഹമെങ്കിലും എനിക്ക് പാലിക്കണം. സൂസനെ വേദനിപ്പിക്കാതെയുള്ള ഒരു ജീവിതം. സൂസന്നെ ഗർഭിണിയാവില്ല എന്നറിഞ്ഞപ്പോ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിൽ ഞാൻ വീണുപോയി. കുട്ടികളുണ്ടാവില്ലേ? വേണ്ട, വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം, അത്രയല്ലേ ഉള്ളൂ. അമ്മയുടെ അനുഗ്രഹം മുഴുവനും ഉണ്ട് നിനക്ക്. നമുക്കത് മാത്രം മതി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എല്ലാം മറക്കണം. എല്ലാറ്റിനും എന്നോട് പൊറുക്കണം. സൂസന്നെ ഇല്ലാതെ ഇനി എനിക്കൊരു ജീവിതമില്ല. സൂസന, സൂസൻ, കണ്ണുടക്കേ. സണ്ണു വന്നു. വാ വാ വാ, കമാൻ. രാജേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. രാജേട്ടാ, അത് ഒന്നും പറയണ്ട. എന്റെ എല്ലാ തെറ്റുകളും സൂസനെ ക്ഷമിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പോവുക. അമ്മയുടെ കണ്ണടയുന്നതിന് മുമ്പ് അമ്മ തന്നെ എന്റെ കണ്ണ് തുറപ്പിച്ചു. അവസാനത്തെ ആഗ്രഹം സൂസനെ ഇന്ന് കാണണമെന്നുള്ളതായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. സൂസനെ എനിക്ക് തിരിച്ചു തന്നതിന് ദൈവത്തോടും നിന്നോടും എനിക്ക് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ എവറിത്തിങ്. കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് വിട്ടു നിൽക്കുക. ഏതായാലും അമ്മയുടെ ചടങ്ങ് കഴിയുന്നവർ എനിക്ക് ഇവിടെ നിന്നേ നോക്കൂ. നാളെ തന്നെ ഞങ്ങൾ പോകും. കമോൺ, യു വിൽ ഹാവ് എ ഡ്രിങ്ക്. നോ താങ്ക് യു. യു ക്യാരി ഓൺ. ഐ വിൽ സീ യു ടുമോറോ. ആ മൂലയ്ക്ക് എവിടെയെങ്കിലൊക്കെ കിടപ്പുണ്ടോ നോക്കണേ. ആ ഭാഗത്തേക്ക് മാറ്റി വെച്ചോ. ചിറ്റപ്പൻ ഇനി ഊരുചുറ്റിലൊക്കെ ഒന്ന് നിർത്തണം. നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെ നിൽക്കുക. ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരാം. ഈ കുറ്റിയിൽ കെട്ടിട്ട മാതിരി നിൽക്കാൻ ചിറ്റപ്പന് പറ്റില്ല എന്ന് നിനക്കറിയാലോ. ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? മനസ്സൊന്ന് സ്വസ്ഥമായതിനു ശേഷമേ ഞങ്ങൾ കൂനൂരെത്തൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ധൈര്യമായിട്ട് പോയിക്കോ. കേറൂ.